ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. ആരോഗ്യ സംരക്ഷണത്തിന് മെച്ചപ്പെട്ട ജീവിതശൈലികൾ പിന്തുടരേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമബംഗാളിലെ കല്യാണിയിലുള്ള എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. മറ്റന്നാൾ ഝാർഖണ്ഡിലെ ദിയോഗറിൽ നടക്കുന്ന എയിംസിന്റെ ബിരുദദാന ചടങ്ങിലും വെള്ളിയാഴ്ച ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് ദീർഘിപ്പിക്കുന്നതിനുള്ള പ്രമേയം ലോക്സഭ പാസാക്കി. 140 കോടി ജനങ്ങളുടെ അഭിലാഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാക്ഷാത്കരിച്ചതെന്ന് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. കേരളത്തിലെ പ്രധാന റെയിൽ ശൃംഖലയുടെ DPR തയ്യാറാക്കുന്നത് സർക്കാർ ഏറ്റെടുത്തതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം കായംകുളം ഉൾപ്പെടെയുള്ള വിവിധ റെയിൽവേ ലൈനുകളുടെ DPRകൾ ഇവയിൽ ഉൾപ്പെടുന്നതായി ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം 12ൽ നിന്ന് 14ആയി വർദ്ധിപ്പിച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാദം തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയം. തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം അറിയിച്ചു. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിലെ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. വയനാട് ദുരന്തബാധിതർക്ക് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി പുറപ്പെടുവിച്ച നടപടിക്രമം സാധൂകരിച്ചു. 49 കുടുംബങ്ങളെ കൂടി വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. സൌജന്യ ചികിത്സാ സഹായമായി 6 കോടി രൂപ വയനാട് ദുരിതബാധിതർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. അടുത്ത മാസം 31 വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തി. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രദവും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ്. നിയമം ലംഘിച്ചവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. വിവിധ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം ഛത്തീസ്ഗഡ് സംഭവത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ നേതൃത്വത്തിലും രാജ്ഭവൻ മാർച്ച് നടത്തി. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ പൂർത്തിയാകും. ഓഗസ്റ്റ് 1 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കുന്നതിന് സജ്ജമാക്കിയിരിക്കുന്ന 112 സംവിധാനം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഈ സേവനത്തിന്റെ ദുരുപയോഗം ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിലാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ പൂർത്തിയായ ബോട്ടുകളിൽ ഇന്ധനം നിറച്ച് ഐസും മത്സ്യബന്ധന ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും കയറ്റി തുടങ്ങി. മത്സ്യ സംസ്കരണശാലകളും പുതിയ സീസണിനായി സജ്ജമായി കഴിഞ്ഞു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരുൾപ്പെടുത്താൻ ഇതുവരെ ലഭിച്ചത് 3.25 ലക്ഷത്തോളം അപേക്ഷ. ഓഗസ്റ്റ് 7 വരെ പേരു ചേർക്കാനും തിരുത്താനും അവസരമുണ്ട്. 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കളപ്പാറയിൽ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിൽ വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. സംഭവം ലേബർ കമ്മീഷൻ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാർ ദേവികുളം റോഡിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണ് ഭാഗികമായി നീക്കിയാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നത്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.